ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീരാഗ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഈ ദർശന ക്ലബിൻ്റെ മനോഹരമായ പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചു വരികയാണ്. ഈ സങ്കീർണതയെല്ലാം പിന്തള്ളിക്കൊണ്ട് ദർശന ക്ലബിൻ്റെ കനവ് എത്ര മനോഹരമായാണോ മുന്നോട്ട് കുതിക്കുന്നത്. എത്ര പോസിറ്റീവ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തികളാണ് ഓരോ ദിവസവും വന്നിട്ട് അവരുടെ കാഴ്ചപ്പാട് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അല്ലേ? ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നത് സിംസൺ ചേട്ടൻ്റെ ഒരു കഥയുമായാണ്. ഏവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ദർശന ക്ലബിൻ്റെ ഈ മനോഹരമായ എപ്പിസോഡ് ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. ഇനി നമുക്ക് സിംസൺ ചേട്ടനെ ഈ വേദിയിലേക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യാം. സിംസൺ ചേട്ടൻ്റെ ഈ കഥയെന്ന് ഇനി നമുക്കൊന്ന് കേൾക്കാം. ഹലോ, ഇത് ഞാൻ തന്നെയാ സിംസൺ ചിറ്റാട്ടുകാരിയാണ്. ഇന്ന് ശനിയാഴ്ച എന്നുള്ള കാര്യം എല്ലാവർക്കും ഓർമ്മയിൽ വന്നല്ലോ. അതന്നെ, എൻ്റെ കഥ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാന്ന് എനിക്കറിയാം. അപ്പം എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ കഥ കേട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണേ, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. എല്ലാവർക്കും എന്നെ വിളിച്ച് അഭിപ്രായം പറയണം. എല്ലാവർക്കും പ്രത്യേകം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇന്നെല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും നല്ല സന്തോഷത്തിലല്ലേ? എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്നൊരു കഥ പറയാം. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ചന്ദ്രൻ വൈദ്യരെ കഥയല്ല പറഞ്ഞേ. അങ്ങനെ ചന്ദ്രൻ വൈദ്യർ ഞാനും കൂടി കഥ പറഞ്ഞ് നടുപ്പന്തിയിലെത്തിയപ്പോൾ ചന്ദ്രൻ വൈദ്യർ പറഞ്ഞു, മണിയെ ഞാൻ പോകട്ടാന്ന് പറഞ്ഞു. ശരി വൈദ്യർ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കടയുണ്ട്, സണ്ണീന്ന് വരായിട്ട്. അങ്ങോരെ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ പോന്നു. പോരണ നേരത്താണ് കുറച്ച് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണ വഴി ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു വിചിത്രമായ കാഴ്ച എന്ന് തന്നെ പറയാം. ഞാൻ നോക്കിയപ്പോൾ 2 താറാവുകൾ കരക്കിലിരിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് അഞ്ചാൽ കുറേ മീനും കിടക്കുന്നുണ്ട്. താറാവുകൾ ഒറ്റ മീനും തൊടണില്ല, അങ്ങനെ നോക്കിയിരിക്കുക, അതിൻ്റെ അവിടെ ഇരിക്കുക തന്നെയാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ, എന്താ താറാവുകളെ നിരാഹാര സമര, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു അമ്മച്ചി താറാവുണ്ട്, ചിന്നൊന്ന് പേരാണ് അമ്മച്ചിരാ. ഈ അമ്മച്ചി താറാവ് കയറി വന്നിട്ട് പറഞ്ഞു, കുളത്തുനിന്ന് കയറി വന്നിട്ട് പറഞ്ഞു, മണിയെ അവരൊരു പണിഷ്മെൻറ്റിൽ ഇരുത്തികളാണ്, അവരവിടെ ഇരിക്കും, 5 മണിയാവേണ്ടി ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറക്കില്ല എന്നാണ്, ആ ഇരിപ്പ് ഇളകില്ല എന്നാണ്. അപ്പം ഞാൻ എന്തിനും ഇത്ര പണിഷ്മെൻറ്റൊക്കെ കൊടുത്തേക്കണേ, മീന് മുമ്പിലിട്ടിട്ട് ഇരുത്തിയാക്കണേ, തിന്നാളെ സാധനം മുമ്പിൽ വെച്ചിട്ട് തിന്നരുതെന്ന് പറഞ്ഞാൽ എന്ത് പണി കാണിച്ചുള്ളതെന്ന് ചോദിച്ചു. വലിയൊരു കുറുമ്പ് കാണിച്ചു. ആ കുറുമ്പ് അവർ വലിയൊരു അപകടത്തിലെത്തി. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമേ അവർ രക്ഷപ്പെട്ടു പോകുന്നത്. അതവർക്ക് മനസ്സിലാകാൻ വേണ്ടി അവിടെ ഇരുത്തികളാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്തിനാ അങ്ങനെ ഇരുത്തിയേക്കണേ, ഇത്ര വലിയ കുറുമ്പ് കാണിച്ചതെന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് ഉള്ള തിണ്ടുമ്പിരുന്നു, കുളത്തിൻ്റെ സൈഡിൽ തിണ്ടുമ്പിരുന്നു. അപ്പോൾ അമ്മച്ചി താറാവ് എൻ്റെ അടുത്ത് വെള്ളത്തിൽ വന്നിട്ട് അങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ അങ്ങനെ നീന്തി കളിക്കുന്ന പോലെ അവിടെ നിന്നു. എന്നിട്ട് പറയാൻ തുടങ്ങി, അതെ, ഞങ്ങൾക്ക് ഈ കുളത്തിൽ ഞങ്ങൾ എന്നും കളിക്കുന്നതും 5:15 ട്രെയിൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകണമെന്ന് എനിക്കറിയാമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ കാണാറുണ്ടല്ലോ, ഇടയ്ക്ക് കാണാറില്ലല്ലോ, നമ്മൾ വർത്തമാനം പറയാറുള്ളതല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അവർക്ക് ഈ കുളം മാത്രം പോരാ, പുതിയൊരു സ്ഥലം കൂടി വേണം കളിക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു, ഇവിടെ അന്തമാൻ ബസാറിലത്തെ ആ തോടില്ല, ആ തോട് ഞാൻ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ആ തോടിൻ്റെ അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ, അവിടെ നമ്മുടെ ആൾക്കാർ കുറേ ഉള്ളതല്ലോ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ആ തോട്ടിൽ ഇവർ കളിക്കാൻ പോകാറുണ്ട്. അവരോട് പറയും, ട്രെയിൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് തിരിച്ചു പോരണം, പിന്നെ നിൽക്കരുത്, പിന്നെ ഇരുട്ടായി തുടങ്ങും എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. അതിനൊരു ദിവസം ഈ 5 ആളും കൂടിയിട്ട് കളിക്കാൻ അങ്ങോട്ട് പോയി. ഞാൻ വീട്ടിലേക്കും പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവർ ഇടയ്ക്ക് കളിക്കാൻ പോയി, ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കും. അങ്ങനെ നോക്കിയപ്പോൾ 5 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, പോരാ, ഇനി നമുക്ക് നാളെ വരാം, അങ്ങോട്ട് പോരേ എന്ന് പറഞ്ഞു. അപ്പോൾ 3 ആൾ എൻ്റെ കൂടെ വന്നു. അവർ 2 ആളും അവിടെ നിന്നു. അവർ 2 ആളും അവിടെ നിന്നിട്ട് പറഞ്ഞു, ട്രെയിൻ പോയി കണ്ട് ഞങ്ങൾ വരാമേ, അതുവരെ ഞങ്ങളിവിടെ കളിക്കട്ടെ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പിന്നെ അടുത്തേക്ക് പോകരുതിട്ടാ, അവിടെ നിന്ന് ഉണ്ടാവണം, ട്രെയിൻ പോയി കഴിഞ്ഞാൽ വേഗം വരണം, ഞങ്ങളെ കുളത്തിലുണ്ടായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഞങ്ങൾ മക്കൾ 3 ആൾ ഞാനും കൂടി കുളത്തിൽ വന്നിട്ട് കളിക്കാൻ തുടങ്ങി, നീന്തി കുളിക്കാനൊക്കെ തുടങ്ങി.
അങ്ങനെ ട്രെയിൻ പോയി. ട്രെയിൻ പോകണ ഒച്ച കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു അവർ വരാറായി, ഇനി നമുക്ക് വേഗം പോകാൻ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ട്രെയിൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവരെ കാണാനില്ല. 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞവരെ കാണാനില്ല. എനിക്ക് പെട്ടെന്നൊരു സംശയം. ഞാനും മക്കളും കൂടി വേഗം തോടിൻ്റെ അവിടേക്ക് ചെന്നു. അവിടെ രണ്ടാളും ഇല്ല. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ വിളിച്ചതാണ്, കുറേ അന്വേഷിച്ച് തന്നിട്ടും കാണാനില്ല. അപ്പം മക്കൾ പറഞ്ഞു നമ്മൾ അന്വേഷിച്ച് നടന്നത് തന്നെ കുളത്തിലേക്ക് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ വന്നുകൊണ്ട് ഓടി ഞങ്ങൾ കുളത്തിലേക്ക് എത്തി. പോണ വഴിയിലും വരുന്ന വഴിയിലൊക്കെ വിളിക്കുന്നുണ്ട്. ഇവർ വിളിയും കേൾക്കണില്ല, അവർ ഒച്ചയില്ല, അനക്കൂല. കുളത്തിൽ വന്നപ്പോൾ കുളത്തിലുമില്ല. അപ്പോൾ സംശയം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നമ്മളെ കാണാണ്ട് നേരെ വീട്ടിലേക്ക് പോയിണ്ടാവുമോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഓടി വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ വീട്ടിലും ഇല്ല. ആകെ വേവലാതെ വീണ്ടും കുളത്തിലേക്ക് ഓടി, തോടിൻ്റെ അവിടെ ഓടി. അങ്ങനെ അങ്ങോട്ട് ഇവിടെ ഓട്ടായി, പേടിയായി, കുട്ടികളെ കാണാനല്ലോ. അങ്ങനെ ഓടി നടക്കണ നേരത്ത് ഒരു രക്ഷയില്ല. ഞങ്ങൾ വീണ്ടും വീട്ടിൽ വന്നു. നേരെ ഇരുട്ടി തുടങ്ങി, നല്ലോണം ഇരുട്ടായി തുടങ്ങി. അങ്ങനെ ആയി തുടങ്ങിയപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുക. ഞാനെന്ന് ആകെ വിഷമിച്ച്, മക്കളൊക്കെ നല്ല വിഷമത്തിലിരിക്കുക. കൂടുതൽ രണ്ടാൾക്കാരെ കാണാമല്ലോ, മക്കളെ കാണാനില്ല. മക്കളെ കാണാണ്ടായി കഴിഞ്ഞാൽ അമ്മമാരെ നെഞ്ച് പൊട്ടുന്നുള്ളത് നമുക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞു അപ്പന്മാർ നെഞ്ച് പൊട്ടിട്ടാന്ന് പറഞ്ഞു. അതെനിക്കറിയാം. പക്ഷെ അപ്പന്മാരെ നെഞ്ച് പൊട്ടിയാലും അവർ സങ്കടവും വേദനയൊക്കെ കടിച്ചമർത്തണവരാ. അമ്മമാരെ അങ്ങനെയല്ല, വാ വിട്ട് നിലവിളിക്കും. അങ്ങനെയാണ് അമ്മമാരെ സ്ഥിതി എന്ന് പറഞ്ഞു. അതായിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഈ അമ്മമാർ ഞങ്ങൾ തിരഞ്ഞിട്ടിരിക്കുക, ഒരു രക്ഷയില്ല. ഇനി അന്വേഷിച്ച് പോകാൻ ആരുമില്ല, അന്വേഷിച്ച് പോകാൻ പറ്റൂല. അങ്ങനെ നിൽക്കണ ആ വീട്ടിലത്തെ അമ്മാമ്മ ബൈബിൾ വായിക്കണത് ഞങ്ങൾ എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. അമ്മാമ്മ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളും അമ്മാമ്മേരൊപ്പം ഇവിടെ പ്രാർത്ഥിക്കാറുണ്ട്. അമ്മാമ്മ അന്ന് വായിച്ചത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ളൊരു വചനം വായിക്കുന്നത് കേട്ടു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇപ്പം ഞാനും എൻ്റെ കുടുംബം ഒരു അപകടത്തിൽ പെട്ടേക്കല്ലേ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ശക്തിയായിട്ട് പ്രാർത്ഥിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നല്ലേ പറഞ്ഞേക്കണേ. അമ്മാമ്മ ബൈബിൾ വായിച്ചത് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് 3 മക്കളും ഞാനും കൂടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾക്കാകെ വേവലാതി ഉണ്ട്. ആ നേരത്താണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മാവുമ്മ കറമ്പിക്കാക്ക താമസിക്കണത് അറിയില്ല. അത് എനിക്കറിയാം, അവർ ഞങ്ങളുടെ അവിടെ വരാറുണ്ട്, ഞങ്ങളുടെ കുടപ്പുളിമ വന്നിട്ട് എന്നോട് കഥയൊക്കെ പറയാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആ കറമ്പിക്കാക്ക വന്നു. കറമ്പിക്കാക്ക വന്നിട്ട് ചോദിച്ചാൽ എന്താ ചിഹ്നം പ്രശ്നം, കുറേ നേരം ആയില്ലോ വേവലാതി പിടിച്ച് ഓടി നടക്കണം കണ്ടു, പിന്നെ ഇപ്പോഴും ഭയങ്കര വിഷമത്തിലുള്ള എന്താ സംഭവം, 2 മക്കളെ കാണാനും ഇല്ലോ എന്ന് പറഞ്ഞു. അവരെവിടെ പോയി കഴിഞ്ഞു ചോദിച്ചു. ഇത് കേട്ടോ കൂടി ഞാൻ അങ്ങോട്ട് വിട്ടുന്നാലും ഓടിച്ചു തുടങ്ങി. അത്ര സങ്കടമായി എനിക്ക്. അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ മക്കൾ 2 ആൾക്കാർ കളിക്കാൻ പോയതാണ്, പിന്നെ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണ് പോയെന്ന് ചോദിച്ചപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. എന്താ ബസാറിലത്തെ തോട്ടിലേക്കാണ് പോയത് കളിക്കാൻ, പിന്നെ അവരേനെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കറമ്പി പറഞ്ഞു നീ വിഷമിക്കണ്ട, സമാധാനിക്ക് ചിഹ്നോ, നീ വിഷമിക്കണ്ട, ഞാൻ കണ്ടെത്തി കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നേരെ ഇരുട്ടായി തുടങ്ങി, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് തന്നെ അറിയില്ല, എവിടേക്ക് പോയേക്കണമെന്ന് തന്നെ അറിയില്ല, പിന്നെ എങ്ങനെ നമ്മൾ കണ്ടെത്തുകയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നീ വിഷമിക്കേണ്ട, അതിനൊക്കെ ഞാൻ വഴി കാണിച്ചു തരാം. എൻ്റെ കറമ്പിക്കാക്ക വേഗം അവൻ്റെ മുകളിലേക്ക് തന്നെ പറന്നുപോയി. അവിടെ ഇരുന്നിട്ട് നല്ല ശബ്ദത്തിൽ 2 ഒച്ചയുണ്ടാക്കി, നല്ല ഒച്ചയുണ്ടാക്കിയ വഴിക്ക് എവിടെ നിന്നറിയില്ല 10-100 കാക്കകൾ സെക്കൻഡ് വെച്ചിട്ട് പറന്നു വന്നു. അങ്ങനെ കറമ്പിക്കാക്ക അവരോട് പറഞ്ഞു താഴെയുള്ള ചിന്നുവിൻ്റെ 2 മക്കളെ കാണാനില്ല, എൻ്റെ കൂട്ടുകാരിയാണ്, അവരെന്നെ തിരഞ്ഞ് നമുക്ക് പോയേ പറ്റുള്ളൂ, നിങ്ങൾ തയ്യാറല്ലേ എന്ന് ചോദിച്ച വഴിക്ക് കാക്കകളൊക്കെ ഒന്നടങ്കം പറഞ്ഞു ഞങ്ങൾ തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് ചോദിച്ചാൽ എവിടെ വെച്ചിട്ട് കാണാണ്ടായി. അപ്പോൾ ഞാൻ അങ്ങനെ സ്ഥലം പറഞ്ഞു കൊടുത്തു. അവരപ്പം തന്നെ ശരം വിട്ട പോലെ പോയി. അങ്ങനെ അവർ അന്വേഷിക്കാൻ പോയി. അങ്ങനെ അവർ അന്വേഷിച്ച് പിടിച്ച് കൊണ്ടുവന്നു. അവർ തിരിച്ചു വരുമ്പോൾ ഒരു 7:30 നല്ലോണം ഇരുട്ടായി. കുറേ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് മക്കൾ 2 ആളും വീട്ടിലേക്ക് എത്തിയത്. കുറേ ബുദ്ധിമുട്ടി അവർക്ക് ഇവരെന്നെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഞാൻ അപ്പം എങ്ങോട്ട് ഒരു പോയിണ്ടായി എന്ന് ചോദിച്ചു. അപ്പോൾ പറയണേ ഞാൻ അവിടെ ചെന്നിട്ട് 5 മണിയായപ്പോൾ ഇങ്ങോട്ട് പോകുന്നല്ലോ. ഞാൻ പോന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചക്കി അവിടെ വന്നു. ഇതാണ് ചക്കി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കുറുക്കത്തി, നമ്മുടെ ഇവിടുത്തെ കുറുക്കത്തീന, തോടിൻ്റെ അവിടെ താമസിക്കുന്ന കുറുക്കത്തീനത് എന്ന് പറഞ്ഞു. നമ്മുടെ തോടിൻ്റെ അവിടെ താമസിക്കുന്ന കുറുക്കത്തീനെന്ന്. ചക്കി ആ വഴിക്ക് വന്നു. എന്നിട്ട് ചക്കി താറാവ് കുട്ടികളോട് ചോദിച്ചു ഞങ്ങൾ ചിന്നുവിൻ്റെ മക്കളല്ലേ എന്ന് ചോദിച്ചു. ആ ചിന്നുവിൻ്റെ മക്കളാണ്. ഞാൻ അമ്മയുടെ കൂട്ടുകാരിയാ, എന്നെ അമ്മയ്ക്കറിയാം എന്ന് പറഞ്ഞു. എൻ്റെ പേര് ചക്കി എന്നാണ്, അമ്മയ്ക്കറിയാം, ചിന്നുവിനെ അറിയാം, ഞങ്ങൾ കൂട്ടുകാരാണ് എന്ന് പറഞ്ഞു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കളിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മീൻ ഉണ്ടാകുമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ കുട്ടികൾ പറഞ്ഞു അവിടെ മീനൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്, ഇതിൽ കൂടുതൽ മീൻ കിട്ടുന്ന സ്ഥലം കുറച്ച് പോയാലുണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു.
അപ്പോൾ ചക്കിയോട് ഇവർ പറഞ്ഞു അത്ര അതൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ കളിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ചക്കി ഓരോന്നും പറഞ്ഞ് പ്രലോഭിപ്പിക്കാൻ തുടങ്ങി. വെള്ളം കുറഞ്ഞ് തുടങ്ങിയാൽ നമുക്ക് മീൻ കിട്ടില്ല. അപ്പോൾ ആ വേറെ സ്ഥലമുണ്ട്, അവിടെ നിന്ന് കുറേ മീൻ കിട്ടുന്ന സ്ഥലമുണ്ട്, അങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് മീൻ കിട്ടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരെ പ്രലോഭനത്തിൽ പെട്ടു. ഇവർ ചക്കി പറഞ്ഞ വഴിക്ക് അങ്ങനെ അങ്ങോട്ട് നീന്താൻ തുടങ്ങി. നീന്തി ഇവിടുന്ന് പോയി അന്താം ബസാറിന് പോയിട്ട് വൈലിത്തറയുടെ അവിടുത്തെ പാടം കഴിഞ്ഞു, മുട്ടത്ത് സിറ്റി കഴിഞ്ഞു, അതിൻ്റെ അവിടുത്തെ കുളത്തിലേക്ക് എത്തി. കുളത്തിലെത്തിയപ്പോൾ ഇവർ പറഞ്ഞെന്നാണ് പറയണത്, ഞങ്ങൾ വീട്ടിൽ പോകാണ്, ഇരുട്ടായി തുടങ്ങി, ഞങ്ങൾ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. അപ്പോൾ ചക്കി പറഞ്ഞു കുറച്ചും കൂടി പോയാൽ മതി, അവിടെ വലിയ തോടുണ്ട്, അവിടെ പോയാൽ കാണാം, അതും കൂടി കണ്ടിട്ട് നിങ്ങൾ പൊക്കോ, പിന്നെ കുഴപ്പമില്ല, പിന്നെ നാളെ മരുന്നാളെ എപ്പോഴാണെന്ന് വന്ന് പിടിക്കാമല്ലോ, ഞാൻ വഴി കാണിച്ചാലൊന്നും ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ വേറെ ആരും ആ വഴി കാണിച്ചു തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും പറഞ്ഞപ്പോൾ ചക്കിയുടെ നിർബന്ധം കൊണ്ട് ഇവർ പിന്നെയും നീന്തി. അങ്ങനെ വലിയ തോട്ടിലേക്ക് കടന്നു. വലിയ തോട്ടിലേക്ക് കടന്നാൽ പറഞ്ഞു അങ്ങോട്ട് നീന്തിക്കുക, അവിടെയാണ് കുറേ മീൾ, അവിടെ കാണിച്ചു തരുന്നുണ്ട്, വേഗം ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. വേഗം നീന്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വടക്കോട്ട് നീന്തി തലപ്പള്ളി ആലിൻ്റെ അവിടുത്തെ ചീപ്പിൻ്റെ അവിടേക്ക് എത്തി. ചീപ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ കുറേ മീനുകളെ കണ്ടുത്ര. ഇവരത് തിന്നാൻ തുടങ്ങി. ഇവരപ്പോൾ വീട്ടിൽ പോരേണ്ട കാര്യം ഇവർ ചിന്തയെന്ന് വിട്ടു. അവർ മീൻ തിന്നണ നേരത്താണ് മീൻ തിന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കുറുക്കന്മാർ വന്ന് വളഞ്ഞേക്കണം ഇവർ രണ്ടാളും പിടിക്കാൻ വേണ്ടിയിട്ട്. താറാവ് കുട്ടികളാകെ അങ്കലാപ്പിലായി, ചതിയിൽ പെട്ടു എന്ന് ഉറപ്പായി. അങ്ങനെ തന്നെ ഇവർ നിലവിളിക്കാൻ തുടങ്ങി. ആ നിലവിളി കേട്ടിട്ടാണ് കറമ്പിക്കാക്കയും കൂട്ടുകാരും അവിടേക്ക് എത്തിയത്. കറമ്പിക്കാക്ക കണ്ടു ചെല്ലുമ്പോൾ ചക്കിയും ചക്കിയുടെ ഭർത്താവും അതുപോലെ മക്കളൊക്കെ കൂടിയിട്ട് ഇവരെന്നെ വട്ടിട്ട് പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവർ ഞങ്ങൾ നീങ്ങിയാലും അവർ പിടിക്കാൻ അവരെ കയ്യിൽ പെടും. അങ്ങനെയായി. ആ സമയത്താണ് കറമ്പിയും കൂട്ടുകാരും അവിടെ ചെന്നു. അങ്ങനെ ചക്കീനെയും കൂട്ടുകാരേനൊക്കെ മക്കളേനെയും എല്ലാവരെയും കൊത്തി ഓടിച്ചു. എല്ലാവരും കൂടി കൊത്തി ഓടിച്ചു. അങ്ങനെ കുറുക്കന്മാരും കുറുക്കത്തിയൊക്കെ ഓടിപ്പോയപ്പോൾ ഇവരെന്നെ കൊണ്ടുവന്നത്. ഈ രണ്ടുപേരേനെ അങ്ങനെ ആ പോയ വഴി തന്നെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് എത്താൻ ഞങ്ങളവിടെ നിലവിളിച്ച് വിഷമിച്ച് നാശമായി. കാരണം അത്രയും സങ്കടമായി. കാരണം നിലവിളിയൊക്കെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും വേറെ കാക്ക വന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, അവരെന്നെ കിട്ടിയിട്ടുണ്ട്, അവരെന്നെ കറമ്പിയും കൂട്ടുകാരും കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാശ്വാസമായി, ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞു. അങ്ങനെ അവരെ കിട്ടി. അപ്പോൾ അതിൻ്റെ പണിഷ്മെൻ്റാണ് അവർ പറഞ്ഞ അനുസരിക്കാതെ അതിൻ്റെ പണിഷ്മെൻറ്റ് കൊടുത്താണ് അവർക്ക് തന്നു. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഈ മീനിൻ്റെ അടുത്തിരിക്കുന്ന രണ്ട് താറാവുകൾ ഇങ്ങനെ കരയണുണ്ട്, കണ്ണൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്, നന്നായി സങ്കടത്തിൽ കരയുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. അപ്പം ഞാൻ പറഞ്ഞേ പോട്ടെ ചിന്നോ, നമ്മുടെ മക്കളല്ലേ, അത് സാരമില്ല, ഇനി അവർ ചെയ്യില്ല എന്ന് പറഞ്ഞു. അവർ ഇനി ചെയ്യില്ല, അവർക്ക് ഇങ്ങനെ ചെയ്തതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ട്. ഇനി ആരും അപകടത്തിൽ പെടില്ല, ആരോ വാക്കും വിശ്വസിക്കില്ല, മാതാപിതാക്കളെ വാക്കാനെ വിശ്വസിക്കുള്ളൂ, വിട്ട് കളി പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല, അവർ പണിഷ്മെൻറ്റ് കഴിഞ്ഞിട്ട് തന്നെ പോയാൽ മതി എന്നിട്ട് ഈ താറാവിനെ ഒരു കണ്ണടച്ച് കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് അവരോട് അത്ര വലിയ ദേഷ്യമില്ല, എന്നാലും അവരെന്നെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഇരുത്തിയില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു പോട്ടെ ചിന്നു, അവർ ഞാൻ ചെയ്യില്ല, ഞാൻ ഗ്യാരണ്ടി നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ കുട്ടികളോട് ഞാൻ ചോദിച്ചേ ഇനി ഞങ്ങളെ പോലെ ചെയ്യാം, എല്ലാവരും പറഞ്ഞ് കേട്ടാൽ പോവോ, അമ്മേരെ വാക്ക് കേട്ടിട്ട് നിൽക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇനി ഒരിക്കലേക്കും പോവില്ല, എപ്പോഴും അമ്മേരെ കൂടെ തന്നെ ഉണ്ടാവും, അമ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അങ്ങോട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ പോവില്ല, ഞങ്ങൾ എപ്പോഴും അമ്മേരെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടില്ല ചിന്നു, അവരിപ്പോൾ ശരിക്കും സങ്കടം ഉണ്ട്, അവർക്കത് മനസ്സിലാവും ചെയ്തിട്ടുണ്ട്, അതാണ് അവർ പറഞ്ഞു ഇനി അവരങ്ങനെ ചെയ്യില്ല, ഞാൻ ഗ്യാരണ്ടി തരാം, ഇനി അവരൊരിക്കലും ഒറ്റയ്ക്ക് പോവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി തറ പിന്നെയും കണ്ണടച്ച് കാണിച്ചിട്ട് പറഞ്ഞു മിണ്ടല്ലേ, അവർക്ക് അങ്ങനെ ഇപ്പോൾ ഇളവ് കൊടുക്കണ്ടെന്നുള്ളത് കണ്ണടച്ച് കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒന്നും കൂടി പറഞ്ഞാൽ അമ്മച്ചിയുടെ മനസ്സായ ഇളകുകയും ചെയ്യും, അവരെന്നെ വിടുവിക്കാനും പറ്റും മനസ്സായി. അത് ഞാൻ ഒന്നും കൂടി പറഞ്ഞു പോട്ടെ ചിന്ന, നമ്മുടെ മക്കളല്ലേ, അത് സാരമില്ല, ക്ഷമിക്കേ, വിട്ട് കളഞ്ഞ് അവരങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ, ഇനി അവരുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചിന്നു പറഞ്ഞു മക്കളോട് ഈ ചേട്ടൻ പറഞ്ഞ കാരണം നിങ്ങൾ തന്നെയാണ് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണേ, ഇനി ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ കൂട്ടുനിന്ന് പുറത്തേക്ക് ഇറക്കില്ല, അവിടെ തന്നെ നിർത്തും, പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പോൾ അവർ പറഞ്ഞു അമ്മ ഞങ്ങൾക്ക് മനസ്സിലായി, കുറുക്കത്തിൻ്റെ വാക്ക് കേട്ടിട്ട് പോയത് അപകടത്തിലേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ അപകടത്തിൽ പെട്ടത് ഞങ്ങൾ അറിഞ്ഞല്ലോ, ഇനി പോയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി അനിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ താറാവുകൾ രണ്ടാളും സന്തോഷം കൊണ്ട് എന്നോട് നന്ദി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നോട് നന്ദി പറയണ്ട, നന്ദി പറയണൊക്കെ ദൈവത്തിനോട് മതി, അതൊക്കെ ദൈവത്തിനോട് പറയാൻ നന്ദിയൊക്കെ ദൈവത്തിനോട് പറയാം, അപകടത്തിൽ പെട്ടെന്നൊക്കെ രക്ഷപ്പെട്ടതിനും ദൈവത്തിനോട് നന്ദി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വന്നതിന് ശേഷം നല്ലോണം പ്രാർത്ഥിച്ചു, ദൈവത്തിനോട് നന്ദിയൊക്കെ പറഞ്ഞു, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നും പ്രാർത്ഥന ഉണ്ടാവണം എന്ന് പറഞ്ഞു. ശരി എന്നും പറഞ്ഞിട്ട് അവർ കുളത്തിലേക്ക് പോയി. അപ്പോൾ ചിന്നത്താറാവ് ഒരു കണ്ണടച്ച് കാണിച്ചിട്ട് പറഞ്ഞേ
എനിക്ക് വിഷമൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അവരെന്നെ ഇരുത്തിയില്ലെങ്കിലേ അത് ശരിയാവില്ല, അത് കാരണമാണ് എന്ന് പറഞ്ഞു. അത് മക്കൾ കേൾക്കാണ്ട് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോട്ടെ സാരില്ല എന്ന് പറഞ്ഞു. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് എണിച്ച് പോന്നു. അങ്ങനെ ഞാൻ പോന്ന് അവർ കുളത്തിലേക്ക് ഒന്ന് വീട്ടിലേക്ക് പോലെ തയ്യാറെടുപ്പ് പോയി. അങ്ങനെ ഞങ്ങൾ പോന്നല്ലോ. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ താറാവ് കുട്ടികൾ ചക്കി കുറുക്കത്തിയുടെ വാക്കും കേട്ടിട്ട് നീന്തിപ്പോയി. നമ്മൾ ഉണ്ടാവാറില്ലേ, കുറേ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകാറുണ്ട്, യാത്ര പോകാറുണ്ട്, വിരുന്ന് പോകാറുണ്ട്, അതുപോലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്. അങ്ങനെ കുറേ സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാറുണ്ട്, ജോലിക്ക് പോകാറുണ്ട്, കുറേ സമയത്ത് നമ്മൾ പുറത്തേക്ക് പോകാറുണ്ട്. അതുപോലെ തന്നെ വീട്ടിലിരിക്കാറുണ്ട്. കുറേ കൂട്ടുകാരുണ്ട് നമുക്ക്. കുറേ ആൾക്കാർ കുറേ കാര്യങ്ങൾ പറയും. കുറേയൊക്കെ പ്രലോഭനത്തിലുണ്ടാവും, കുറേയൊക്കെ നല്ല കാര്യങ്ങൾ പറയുന്നവരുണ്ടാവും. നമുക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. ഒരു കുട്ടി കുറേ ആൾക്കാർ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ കൂടി ഇടത്തിൽ വട്ടം വളഞ്ഞിരിക്കേണ്ട ഇവനെ അങ്ങോട്ട് ചെന്നു. ഇവൻ എന്ന് പറഞ്ഞാൽ ഒരു 10-15 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, 15 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നിട്ട് വർത്തമാനം പറഞ്ഞപ്പോൾ അവർ മദ്യപിക്കാൻ വേണ്ടി വട്ടം കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു വേണ്ട ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ പോകണ്ടടാ, നീ അവിടെ ഇരുന്നാൽ മതി, ഇതേ ഞങ്ങൾ ഇറച്ചി കറിയൊക്കെ മേടിച്ചിട്ട് അത് കഴിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്നു. പിന്നെ അവരെന്നും വട്ടം കൂടുന്നതിനകത്ത് പാടെ ചെല്ലും. പിന്നെ അവർ വിളിക്കും, അങ്ങനെ പോകും. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു തുള്ളി കൊടുത്തു. അങ്ങനെ തുള്ളി കൊടുത്ത് അവരെ പ്രലോഭനത്തിൽ മയങ്ങിയിട്ട് അവരെ പ്രലോഭനത്തിൽ പെട്ടിട്ട് പിന്നെ ഇവൻ മദ്യപാനിയായിട്ട് മാറി. ഇതുപോലെ നമുക്ക് കുറേ ആൾക്കാരാണ് അറിയാം, മറ്റുള്ളവരെ പ്രലോഭനത്തിൽ പെട്ടിട്ട് അപകടത്തിൽ പെടുന്നവരേനി, ഓരോ ചതിക്കുഴിയിൽ പെടുന്നവരേനി ഒക്കെ നമുക്കറിയാം. പലവിധ ചതിക്കുഴികളുണ്ട്, ഒന്നും ഞാൻ അതിനെടുത്ത് പറയണില്ല എന്നുള്ളൂ. ഇതിൽ നിന്നൊക്കെ നമുക്ക് മറ്റുള്ളവരെ പ്രലോഭനത്തിൽ പെടാതിരിക്കാൻ വേണ്ടി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ താറാവ് കുട്ടികൾ അപകടത്തിൽ പെട്ടതുപോലെ നമ്മളൊന്നും അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ ചിന്ന താറാവിൻ്റെയും ബാക്കി 3 മക്കളുടെയും വിശ്വാസം കണ്ട ആ അമ്മാമ്മ പ്രാർത്ഥിക്കുന്നത് കേട്ടു. ആ പ്രാർത്ഥന ബൈബിൾ വചനം വെച്ചിട്ട് അവരും പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് സഹായം എത്തിച്ചു കൊടുത്തു, മക്കളെ അപകടത്തൊക്കെ രക്ഷപ്പെടുത്തി. ഇതുപോലെ മക്കൾ ജോലിക്ക് പോയാലും അതുപോലെ തന്നെ പഠിക്കാൻ പോയാലൊക്കെ നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരെ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ആരും മറ്റുള്ളവർ പ്രലോഭനത്തിൽ പെട്ടിട്ട് ചതിക്കുഴിയിലും അപകടത്തിലും പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സർവശക്തൻ നന്മ വരുത്തട്ടെ. നമ്മൾ പ്രലോഭനത്തിൽ പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരുണ്ട്, നമ്മളെ മാതാപിതാക്കൾ, അങ്ങനെ നല്ലവർ, നമ്മുടെ ആൾക്കാർ പറയണ നല്ല നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് അനുസരിച്ചിട്ട് നല്ല മക്കളായിട്ട് ജീവിക്കാം. അനുസരണക്കേടില്ലാത്ത നല്ല മക്കളായിട്ട് നമുക്ക് ജീവിക്കാം. സർവശക്തൻ എല്ലാവർക്കും നന്മ വരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിർത്തട്ടെ. ഞാൻ സിംസൺ ചിറ്റാട്ടുകര. അടുത്തൊരു കഥയായിട്ട് ഞങ്ങൾ വീണ്ടും അടുത്ത ആഴ്ച വരാം. അടുത്ത ആഴ്ചത്തെ കഥ അതെല്ലാം പറയണ പോലെ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാണണം, കാത്തിരിക്കണം. ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. സ്നേഹപൂർവ്വം സിംസൺ ചിറ്റാട്ടുകര. താങ്ക് യു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി ബെൽ ബട്ടൺ അമർത്തുക.